ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ്, പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ്. അതൊന്ന് നോക്കുക. കേരള പാണിനി കഹ. കേരള പാണി, അത് മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കേരള പാണിനി കഹ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മ. അടുത്തത് പാണിനേഹേ വ്യാകരണ ഗ്രന്ഥഃ കഹ. പാണിനിയുടെ വ്യാകരണ ഗ്രന്ഥമുണ്ട്, അതിൻ്റെ പേരെന്താണ്? അഷ്ടാധ്യായി. എല്ലാം ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അടുത്തത് സംസ്കൃത വ്യാകരണസ്യ ആചാര്യഃ കഹ. സംസ്കൃത വ്യാകരണത്തിൻ്റെ ആചാര്യൻ ആരാണ്? പാണിനി. കവികുല ഗുരു. കവികുല ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? കാളിദാസഃ. ഗർഭശ്രീമാൻ ഇതി പ്രസിദ്ധഃ കഹ. ഗർഭശ്രീമാൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ളത് ആരാണ്? സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തത്, ഭാരത ഭരണഘടനായാഹ ശില്പി കഹ. ഭാരത ഭരണഘടനായാഹ ശില്പി. ഭാരത ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ആരാണ്? അംബേദ്കർ. രണ്ടിലും കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും കൊടുത്തു. അംബേദ്കർ. അസ്മാകം ദേശീയ ഗാനസ്യ രചയിതാ കഹ. നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ജനഗണമന ആരാണ് എഴുതിയത്? ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. പഞ്ചതന്ത്രസ്യ കർത്താ കഹ. പഞ്ചതന്ത്രം എഴുതിയത് ആരാണ് എഴുതിയത്? വിഷ്ണു ശർമ്മ. സിഖ് മതസ്ഥാപക കഹ. സിഖ് മതസ്ഥാപകൻ ആര്? ഗുരു നാനാക്ക്. ശ്രീരാമേണ ഭഞ്ജിതം ശിവധനുഹു കിം. ശ്രീരാമൻ ഒരു ശിവധനുസ് പൊട്ടിച്ചില്ലേ സീതാ സ്വയംവര സമയത്ത്? അത് ഏതാണ്? ത്രയംബകം. ത്രയംബകം എന്നുള്ള ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ചന്ദ്രയാൻ കസ്മിൻ ദിനാങ്കെ പ്രേഷിതം. ചന്ദ്രയാൻ അയച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ചന്ദ്രയാൻ അത് ഈ കസ്മിൻ ദിനാങ്കെ ഏത് ദിനത്തിലാണ് അയച്ചത്? അതാണ് 2023 ജൂലൈ 14. ഇത് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുകയാണ്. 2023 ജൂലൈ 14. ഇവിടെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. തത്വമസി ഇതി കൈരളി ഗ്രന്ഥസ്യ കർത്താ കഹ. തത്വമസി എന്ന കൈരളി മലയാളത്തിലെ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? എന്താണ് അത്? തത്വമസി കൈരളി ഗ്രന്ഥസ്യ കർത്താവ് ആരാണത് എഴുതിയത്? കർത്താ കഹ. ഏതാണ്? സുകുമാർ അഴിക്കോട്. സുകുമാർ അഴിക്കോട്. ഹിന്ദി ഭാഷായാം രാമചരിതമാനസം കഹ രചിതവാൻ. ഹിന്ദി ഭാഷയിൽ രാമചരിതമാനസം ആരാണ് എഴുതിയത്? തുളസീദാസഃ. എല്ലാം ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. സംസ്കൃത ദിനാചരണം കഥാ ആചരതി. സംസ്കൃത ദിനാചരണം എപ്പോഴാണ് ആചരിക്കുന്നത്? ശ്രാവണ പൂർണിമായാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 14 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നല്ല പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും അതുപോലെ പ്രധാനപ്പെട്ട നോക്കി ഞങ്ങൾ ക്വസ്റ്റ്യൻ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.